നമസ്കാരം. കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കിതാബ് വിവാദമാകാനുള്ള കാരണം എന്താണ്? അതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് കിതാബ് എന്നുള്ളത് ഉണ്ണിയാറിന്റെ ബാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി ചെയ്ത ഒരു നാടകമാണെന്നുള്ളതാണ്. സത്യത്തിൽ എന്താണ് ഉണ്ണിയാറിന്റെ ബാങ്ക്? അതിലെന്താണ് സത്യത്തിൽ പറയുന്നുള്ളത്? കിതാബിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കിതാബ് മുന്നോട്ട് വെച്ച ആശയം എന്താണ്? കിതാബ് പൊതുജനങ്ങൾക്ക് നൽകിയ സന്ദേശം എന്താണ്? അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ണിയാറിന്റെ വാങ്ക് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നാണ്. അതിൽ ഉണ്ണിയാർ പറയുന്നത് 4 പെൺകുട്ടികളുടെ ആഗ്രഹങ്ങളാണ്. സ്കൂൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന പെൺകുട്ടികളുടെ ആഗ്രഹങ്ങളെയാണ് ഉണ്ണിയാറിന്റെ വാങ്കിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ദീപ എന്ന കുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ കൈകളിലുള്ള രോമത്തിൽ ഉമ്മ വെക്കുക എന്നുള്ളതാണ്. ജ്യോതി എന്ന പെൺകുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ കണക്ക് മാഷിനോട് തന്റെ സ്നേഹം, തന്റെ പ്രണയം തുറന്നു പറയുക എന്നുള്ളതാണ്. ഷെമീന എന്ന പെൺകുട്ടിയുടെ ആഗ്രഹം തന്റെ കാമുകനോടൊപ്പം തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുക എന്നുള്ളതാണ്. പക്ഷേ ഈ 3 പേരും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ റസിയ എന്ന പെൺകുട്ടി മാത്രം മിണ്ടാതിരിക്കുന്നു. 3 പേരും റസിയോട് ചോദിക്കുന്നു, നിന്റെ ആഗ്രഹം എന്താണെന്ന്. ഒടുവിൽ റസിയ തന്റെ ആഗ്രഹം തുറന്നു പറയും, തനിക്ക് ബാങ്ക് വിളിക്കണം. ഒടുവിൽ റസിയയെ അതിൽ നിന്ന് പിന്മാറ്റാൻ, അല്ലെങ്കിൽ ആ ആഗ്രഹം നടക്കില്ല എന്ന കാര്യം റസിയയോട് ഈ കൂട്ടുകാരികൾ സൂചിപ്പിക്കുന്നു. ഒടുവിൽ റസിയക്ക് ഇത് തന്റെ മനസ്സിലെ എക്കാലത്തെയും ആഗ്രഹമായി മാറുന്നു. ഒടുവിൽ ആ ആഗ്രഹം റസിയ നിറവേറ്റും. അത് പള്ളിയിൽ പോയി ബാങ്ക് കൊടുത്തുകൊണ്ടല്ല, അതൊരു മറ്റൊരു രീതിയിലാണ് റസിയ ആ ആഗ്രഹം നിറവേറ്റുന്നത്. പക്ഷേ ബാങ്ക് ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ കിതാബിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല എന്നും അവരുടെ സ്വാതന്ത്ര്യം ഇസ്ലാം കെട്ടിവെക്കുകയുമാണെന്നുമാണ് കിതാബ് മുന്നോട്ട് വെക്കുന്നുള്ളത്. സത്യത്തിൽ ഇത് ഉണ്ണിയാറിന്റെ ബാങ്കിനോട് ചെയ്ത കൊടും ക്രൂരത എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ഉണ്ണിയാറിന്റെ ബാങ്കിൽ ഒരിടത്തും പറയാത്ത ചില കാര്യങ്ങളാണ് ഇതിൽ മുന്നോട്ട് വെക്കുന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണിയാർ പബ്ലിക് കേരളയോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. അല്ല, ഒന്ന് എന്റെ അനുമതി ഇല്ലാതെയാണ് ആ നാടകം ചെയ്തിരിക്കുന്നത്. 2, എന്റെ കഥ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമുണ്ട്. അത് അതിനോടൊട്ടും നീതി പുലർത്തിയിട്ടില്ല ഈ നാടകം. അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം തന്നെ. അതായത് അപ്പോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് നിയമപരമായി പോയിക്കൂടെ? കുഞ്ഞുങ്ങളെ കോടതി കയറ്റാൻ എനിക്ക് താല്പര്യമില്ല. കുഞ്ഞുങ്ങളെ കോടതി കയറ്റാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്? അതല്ലെങ്കിൽ അതിന്റെ അണിയറ പ്രവർത്തകരുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് സംവിധാനം ചെയ്ത അല്ല, അത് നമ്മൾ എനിക്ക് വ്യക്തികളെ അധിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തികളെ കൊണ്ട് കോടതി കയറ്റുക എന്നുള്ളത് എന്റെ കാര്യമല്ലത്. നമ്മൾ അന്യോന്യം പുലർത്തേണ്ട ചില ജനാധിപത്യ മര്യാദകളുണ്ട്. തീർച്ചയായും. ഇത് എനിക്ക് ഞാൻ എന്റെ കഥ എടുക്കുമ്പോൾ എന്നെ അറിയിക്കുക എന്നുള്ളൊരു മിനിമം മര്യാദ. തീർച്ചയായും അത് ചെയ്യാതിരിക്കുമ്പോൾ അതൊരു ശരിയായൊരു കാര്യമല്ല. അത് ജനാധിപത്യപരമായി തെറ്റാണ്. ജനാധിപത്യപരമായി നാം ചെയ്യേണ്ട ചില കർത്തവ്യങ്ങൾ ചെയ്യാതിരിക്കുകയും നമ്മൾ ഒരു മതത്തിനുള്ളിലെ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതെന്ന് എന്തൊരു വൈരുദ്ധ്യമാണ്. തീർച്ചയായും അത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഈ വിവാദം ആയതിനു ശേഷവും അവരിൽ ആര് പോലും താങ്കളെ ബന്ധപ്പെട്ടിട്ടുമില്ല. എന്നാരും ബന്ധപ്പെട്ടിട്ടില്ല. സത്യത്തിൽ കിതാബ് നിയമപരമായി നോക്കുകയാണെങ്കിൽ
വലിയ ഒരു തെറ്റ് തന്നെയാണ് ഉണ്ണിയാറിനോട് ചെയ്തിട്ടുള്ളത്. ഉണ്ണിയാറിന്റെ വാങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് കിതാബ് ചെയ്തിട്ടുള്ളത് എന്നാണ്. എന്നാൽ വാങ്ക് പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് കാര്യങ്ങളാണ് കിതാബിൽ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഉണ്ണിയാർ നിയമപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കിതാബിന്റെ അണിയറക്കാർ ശിക്ഷിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തെറ്റായ മുൻവിധികൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് തെറ്റായ സന്ദേശങ്ങൾ നാടകത്തിലൂടെ മുന്നോട്ട് വെച്ച് കിതാബ് വിവാദമാകുമ്പോൾ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ഇതിന്റെ അണിയറ പ്രവർത്തകർ മാപ്പ് ചോദിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.